നമസ്കാരം. നമുക്കൊപ്പം ചേരുന്നത് ഷൈൻ ടീച്ചറാണ്. ടീച്ചർ, അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. നിരവധി സ്ത്രീകളൊക്കെ പലർക്കെതിരെയും ലൈംഗിക ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അമ്മയുടെ പ്രസിഡന്റ് അടക്കം, അതായത് അവിടെ ഒരു വലിയ കൂട്ടരാജി നമ്മൾ കണ്ടു. ടീച്ചർ പൊതുവെ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ? സ്ത്രീകൾ കൂടുതലായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്, ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട്. അതെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും സംവാദങ്ങളും വിവാദങ്ങളടക്കം ഓരോ ദിവസവും ചെല്ലുന്തോറും വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വയ്ക്കാൻ ഉണ്ടായ സാഹചര്യവും 2017 ഉണ്ടായ ഒരു സാഹചര്യവും, ആ സാഹചര്യത്തെ തുടർന്ന് സിനിമാ മേഖലയിൽ തന്നെയുള്ള കരുത്തരായ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ WCC രൂപപ്പെടുകയും അവരുടെ ആവശ്യം കൂടി പരിഗണിച്ച് ഗവൺമെന്റ്, അവരുടെ ആവശ്യം മാത്രമല്ല, അന്നത്തെ ഒരു സാഹചര്യം, ഒരു പ്രധാനപ്പെട്ട നടിയെ ആക്രമിച്ച ഒരു സാഹചര്യവും പ്രത്യേകിച്ച് കണക്കിലെടുത്ത്, പ്ലസ് WCCയുടെ ഡിമാൻഡ് കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ഹേമ കമ്മിറ്റിയെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അവര് കാര്യങ്ങൾ പഠിച്ചു, റിപ്പോർട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു. അതിപ്പോ ഡിലേ ആയിട്ടാണ് പുറത്തു വരുന്നത് എങ്കിൽ പോലും അതിനെക്കുറിച്ചൊരു ചർച്ച സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രതികരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഒരു കരുത്ത് നൽകുന്ന സാധനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനെന്തൊക്കെ അതിൻ്റെ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഹേമ കമ്മിറ്റിയുടെ അപ്പോയിൻമെന്റും അവരുടെ കണ്ടെത്തലുകളും ആ റിപ്പോർട്ടും ഗവൺമെന്റിന് മുന്നിൽ സമർപ്പിച്ച ഒരു സാഹചര്യം വരെ ഇപ്പൊ നടക്കുന്ന ചർച്ചകളും ഒക്കെ തന്നെ വരും കാലങ്ങളിൽ സ്ത്രീ സമൂഹത്തിനാകെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു ഊർജം പകരും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതൊരു ആത്മവിശ്വാസം പകരുന്നതാണ്. ഒപ്പം തന്നെ ഈ പുരുഷാധികാര സമൂഹവും വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പാട്രിയാർക്കൽ സൊസൈറ്റി, ആ സൊസൈറ്റി സ്ത്രീകളെ കാണുന്ന കാഴ്ചയ്ക്ക് അല്പം വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നാണ്. അവർക്ക് അല്പം ഒരു ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അവിടെ ഒരു ഇപ്പോൾ ഭരണഘടന ഉറപ്പു തരുന്ന തുല്യതയും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ജീവിക്കാനുള്ള അവകാശവും ഏറ്റവും പ്രധാനപ്പെട്ടത്. എനിക്ക് തോന്നുന്നു 1997 വൈശാഖ കേസിൽ, രാജസ്ഥാൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള വൈശാഖ കേസിന്റെ വിധി, 97 വിധിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. അതായത് റൈറ്റ് ടു ഇക്വാളിറ്റി, ആർട്ടിക്കിൾ 14, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം. ഈ 3 പ്രധാനപ്പെട്ട അവകാശങ്ങളും ലംഘിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യക്കകത്ത് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ വൈശാഖ കേസിലും അവിടെ എന്താണ്, ചൈൽഡ് മാരേജിനെതിരെ പ്രതികരിച്ച സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ബൻവാരി ദേവി എന്ന് പറയുന്ന സ്ത്രീ, അവര് ഒരു വയസ്സിൽ താഴെ പ്രായം വരുന്ന ഒരു കുട്ടി, ടാക്കൂർ സമുദായത്തിൽ പെടുന്ന ഒരു കുട്ടിയെ വിവാഹം ചെയ്യുന്നു. ശൈശവവിവാഹം വളരെയധികം സർവ്വസാധാരണമായ ഒരു സംസ്ഥാനമാണ്. എനിക്ക് തോന്നുന്നു വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴാണ് അല്പമെങ്കിലും കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ 90കളിൽ ഇത് സർവ്വസാധാരണമായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, താഴേക്കിടയിൽ പ്രവർത്തി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ ഈ ബൻവാരി ദേവി ഇതിനെതിരെ പ്രതികരിച്ച സമയത്ത് വളരെ കൺവെൻഷനലായി അവിടെ നടക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതൊക്കെ. ചൈൽഡ് മാരേജ് ഒക്കെ വർഷങ്ങൾക്ക് മുൻപേ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്തരം സ്ത്രീവിരുദ്ധമായ അല്ലെങ്കിൽ കുട്ടികൾക്ക് എതിരായിട്ടുള്ള ഒരു സംവിധാനം, പ്രത്യേകിച്ച് ഈ പാട്രിയാർക്കൽ കൺസർവേറ്റീവ് സൊസൈറ്റി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയോ നിരോധിച്ചോ, മനുഷ്യത്വപൂർണമായൊരു സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണോ മനുഷ്യത്വ വിരുദ്ധമായി നമ്മുടെ ഇന്ത്യക്കകത്ത് നിലനിന്നിരുന്നത് അതിനെയൊക്കെ നിരോധിച്ചു. പക്ഷെ അത് വീണ്ടും നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്നതിനെതിരായിട്ടാണ് ബൻവാരി ദേവി പ്രതികരിച്ചത്. പക്ഷെ അവർക്ക് നേരിടേണ്ടി വന്നത് ആ സമുദായത്തിൽപ്പെട്ട 5 പുരുഷന്മാർ ഇവരെ ബലാത്കാരം ചെയ്യാണ്, ഇവരുടെ ഭർത്താവിനെ അടിച്ച് താഴെയിട്ടിട്ട് ഇവരെ റേപ്പ് ചെയ്യാണ്. ഈ റേപ്പ് ചെയ്യപ്പെട്ട ബൻവാരി ദേവി നേരെ ഇതിനൊരു തെളിവിന് വേണ്ടി
അവര് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ആകെയുള്ള ഒരു ആശുപത്രി രാജസ്ഥാനിൽ. അപ്പൊ അവിടെ ചെല്ലുന്നു. ഈ ഡോക്ടറും അവിടെയുള്ള ഒരു ഏക മെയിൽ ഡോക്ടർ, അയാളും ഈ ടാക്കൂർ സമുദായത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ താല്പരനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാള് ഇവരെ പരിശോധിക്കുന്നില്ല, ഇവർക്ക് അങ്ങനെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. അവര് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. പോലീസ് സ്റ്റേഷനിലും ഇത് തന്നെ ഇവര് അനുഭവിക്കേണ്ടത്. പക്ഷെ ബൻവാരിയിലെ ദേവിയുടെ ആ ഒരു നിശ്ചയദാർഢ്യം, അവരവിടെ കുത്തിയിരിക്കുകയാണ്, ഇവരും ഭർത്താവും അവിടെ കുത്തിയിരിക്കുന്നു. അവസാനം ഇവരുടെ ഡ്രസ്സ് തെളിവായിട്ട് വെച്ചുകൊണ്ട് ഇവരോട് പൊക്കോളാൻ പറയാണ്. അപ്പൊ ഈ കേസ് ഇന്ത്യക്കകത്ത് ചർച്ച ചെയ്യപ്പെടുകയും പല സ്ത്രീ സംഘടനകൾ ഇതിനെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ വൈശാഖ എന്ന് പറയുന്ന സ്ത്രീകളുടെ സംഘടന ഇതിന്റെ മുൻപന്തിയിൽ വരികയും ഈ കേസ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം വരുന്നത്. അതിലിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുല്യതയ്ക്കുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, വിവേചനത്തിനെതിരായിട്ടുള്ള അവകാശം, അതായത് വർക്ക് പ്ലേസിൽ സ്ത്രീകൾ നേരിടുന്ന ഹരാസ്മെന്റിനെതിരെ ഉള്ള എന്താണ് പ്രൊഹിബിഷൻ, പ്രിവെൻഷൻ, റിഡ്രസൽ ആക്ട് 2013. അപ്പൊ 97 ഈ സംഭവം സുപ്രീം കോടതിയിൽ വരികയും ഒരു 3-അംഗ ബെഞ്ചിൽ ഈ കേസ് വരികയും, പക്ഷെ ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് ഈ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിയമം നിർമ്മിക്കണം എന്നാണ് ഗവൺമെന്റിനോട് പറയുന്നത്, രാജ്യത്തെ ഗവൺമെന്റിനോട് പറയുന്നത്. പക്ഷെ പാർലമെന്റിൽ ആ നിയമം നിർമ്മിക്കപ്പെടുന്നത് 16 വർഷങ്ങൾക്ക് ശേഷമാണ്. 2013 ഈ പോഷ് ആക്ട് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രമേൽ കട്ട പിടിച്ച സ്ത്രീ വിരുദ്ധമായ പുരുഷാധികാര സമൂഹമാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹം. അതുകൊണ്ടാണ് ഒരു ജഡ്ജ്മെന്റ് വന്നു, കാര്യങ്ങൾ പഠിച്ചു, സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. ആ വിധിയുടെ ഉപോത്ബലകമായി അല്ലെങ്കിൽ ആ വിധിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയി സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാതിരിക്കാൻ, അവർക്ക് സ്വതന്ത്രമായി അന്തസ്സോടുകൂടി ജോലിയെടുത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമം നിർമ്മിക്കണം എന്ന് ഇന്ത്യ ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് അതിന് നിയമം നിർമ്മിക്കുന്നത് 16 വർഷങ്ങൾ വീണ്ടും സ്ത്രീ സംഘടനകളും പുരോഗമനപരമായ സംവിധാനങ്ങളും സമരം ചെയ്യേണ്ടി വന്നു. 2013 ഈ പോഷ് ആക്ട് വരുന്നത്. അപ്പൊ പക്ഷെ എങ്കിലും ഇന്നിപ്പോ ഹേമ കമ്മിറ്റി ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ അന്ന് ഈ വൈശാഖ കേസിനെ കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും ഒക്കെ വ്യാപകമായി ചർച്ച നടന്നു. അതിന് വിക്ടിമാവേണ്ടി വന്നത്, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നത്, ഇൻവെർട്ടഡ് കോമ, ഈ ബൻവാരി ദേവിയാണ്. എങ്കിൽ പോലും ആ ഒരു കേസ് ഈ ഇത്തരം സാഹചര്യത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സ്ത്രീ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. ഇപ്പൊ അതിനുശേഷം ഗാർഹിക പീഡന നിരോധന നിയമം 2006 അതിനു മുൻപ് നമ്മുടെ നിലവിൽ വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്ത്രീ മുന്നേറ്റങ്ങളുടെ പോരാട്ട വീതിയിൽ ഒരു നാഴികക്കല്ലുകളാണ് ഇതൊക്കെ. പോഷ് ആക്ടും ഗാർഹിക പീഡന നിരോധന നിയമവും അതിനു മുൻപേ ഉള്ള സ്ത്രീധന നിരോധന നിയമവും ഒക്കെ തന്നെ സ്ത്രീ സംഘടനകളുടെയും പുരോഗമന സംവിധാനങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പോരാട്ടത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അത് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ്, പ്രതികരിക്കാനുള്ള ശേഷിക്ക് കരുത്തു പോരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനോടുള്ള ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പ്രതികരണവും, അതിനെ തുടർന്ന് ഇപ്പോ ഏതെങ്കിലും ഒരു സംഭവത്തെ കുറിച്ച് ഒരു വ്യക്തിമായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ആ മൊഴി പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ നിയമത്തിൽ നിലനിൽക്കുന്ന ഒരു പരിരക്ഷയാണ്. ആ പരിരക്ഷ വെച്ചുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമായ കാര്യങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സ്ത്രീകൾ, ഈ പ്രത്യേകിച്ച് വിശിഷ്യ ഈ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഏറ്റവും ഉയർന്ന ടോപ്പിലുള്ള നായികമാർ അവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി അസിസ്റ്റന്റ് ആയി വരാൻ സാധ്യതയുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു കഥാകാരി, വടക്കേ മലബാറിൽ നിന്നൊരു കഥാകൃത്ത്, ഒരു പെൺകുട്ടി, അവള് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കഥ, ഞങ്ങളുടെ രചന അത് അഭ്രപാളികളിൽ വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇത്തരം മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാരെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇന്ന അനുഭവമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ
ഇനിയും തുറന്നു പറയാൻ ധാരാളം പേരുണ്ട്. അതെ. എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ഞാൻ അത് ആദ്യത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിൽ സർവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മാത്രമല്ല ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അനുഭവിക്കുന്നത്. അതെ. ഞാൻ പറഞ്ഞു, കുടുംബം തുടങ്ങി എവിടെയൊക്കെ പൊതുവായ സംവിധാനങ്ങളുണ്ടോ, കൂട്ടായ്മകളുണ്ടോ, സംഘടനകളുണ്ടോ, സംവിധാനങ്ങളുണ്ടോ, തൊഴിലിടങ്ങളുണ്ടോ, അവിടെയൊക്കെ സ്ത്രീകൾ ഈ ലൈംഗിക ചൂഷണവും അത്തരത്തിലുള്ള മ്ലേച്ഛമായ സംസാരവും ഒക്കെ നേരിടുന്നുണ്ട്. പക്ഷെ അതൊരു പതിവ് രീതി എന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹം അംഗീകരിച്ചു പോവാണ്. അപ്പൊ സമൂഹത്തിന് ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ കുറ്റം പറയുന്ന സമൂഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല ഇതിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്, ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ മോശമാണ് എന്ന് പ്രതികരിക്കുന്ന എല്ലാവരും, അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ മുന്നിൽ കുറ്റവാളികളാണ്. അത് ഇവര് വെച്ച് പൊറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതെല്ലാം സ്വാഭാവികമാണ് എന്നുള്ള രീതിയിൽ പോകുന്നത്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ശ്രീമതി മനിലയുടെയും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മോഹൻകുമാറിന്റെയും ഒരു അഭിമുഖം കണ്ടു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്. അദ്ദേഹം മനഃശാസ്ത്രപരമായി ഈ കാര്യങ്ങളെ സമീപിക്കുന്നു. എന്തുകൊണ്ട് പുരുഷന്മാർ ഇങ്ങനെ സ്ത്രീകളോടും കുട്ടികളോടും, പ്രത്യേകിച്ച് പെൺകുട്ടികളോടും ഈ രീതിയിൽ ലൈംഗികപരമായി ഒരു എന്താ പറയാ, ഒരു അസ്വാൾട്ട്, ഒരു അബ്യൂസ് നടത്തുന്നു. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. പുരുഷനാണ് അധികാരം. ആ അധികാരം എല്ലാ തരത്തിലും അവൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു ഓട്ടോണമസ് ഇല്ല. അവളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവളുടെ തീരുമാനങ്ങളിൽ, അവളായിരിക്കുന്ന ആ ഒരു വ്യക്തിയിൽ അവൾക്ക് അവളുടേതായ ഒരു സ്വയം നിർണയ അവകാശമില്ല, ഒരു ഓട്ടോണമി ഇല്ല. അപ്പോ അതെല്ലാം ഈ പുരുഷ സമൂഹത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു മാനസിക അവസ്ഥ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് കേരള സമൂഹം. അപ്പൊ കേരള സമൂഹത്തിൽ ഇപ്പൊ ഈ സിനിമാ മേഖലയിൽ മാത്രമാണ് അത് നടക്കുന്നത് വെച്ചാൽ അല്ല, എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ ഈ 2013 പോഷ് ആക്ട് വന്നതിന് ശേഷം ഗവൺമെന്റിന്റെ ഔപചാരികമായ ഏജൻസിക്കകത്ത് ഈ ആക്ടിന്റെ ഭാഗമായിട്ടുള്ള ICC നിലനിൽക്കുന്നു, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി നിലനിൽക്കുന്നു. അത് ഒരുപക്ഷെ പേരിനാണെങ്കിൽ പോലും, കടലാസിലാണെങ്കിൽ പോലും, ഇപ്പൊ ഞാൻ 1-2 അങ്ങനെയുള്ള കമ്മിറ്റികളിൽ പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ മെമ്പറാണ്. അപ്പൊ ഞാൻ എന്നെ ഒപ്പിടാൻ കമ്മിറ്റിയൊക്കെ വിളിക്കുമ്പോ ചെല്ലും. ഞാൻ തുറന്നു ചോദിക്കും, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? കാരണം അങ്ങനെ ചോദിക്കണം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ചോദിക്കുമ്പോ ഒരുപക്ഷെ അവിടെയുള്ള ബാക്കി മെമ്പേഴ്സ് എങ്കിലും ഒന്ന് വിജിലന്റ് ആവും, ഇങ്ങനെ ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം. അപ്പൊ അത് വാർഡ് തലം തുടങ്ങി, നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള വാർഡ് തലം തുടങ്ങി അങ്ങേയറ്റം ഔപചാരികമായ തൊഴിൽ മേഖലകളിലൊക്കെ ഈ സംവിധാനമുണ്ട്. പക്ഷെ അനൗപചാരിക മേഖലയിൽ, അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഇത് ഗവൺമെന്റിന് അത്രത്തോളം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. ഇനി ഉള്ള സംവിധാനം തന്നെ ഫലപ്രദമാണോ എന്ന് ചോദിച്ചാൽ അത് ആരാ ഫലപ്രദമാക്കേണ്ടത്? ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ 2-3 വ്യക്തികളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അങ്ങനെ നടപ്പാക്കാൻ കഴിയുന്നതെന്നല്ല. മറിച്ച് ആ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത് പൊതുസമൂഹമാണ്. ഇപ്പൊ 2013 ഡൽഹിയിൽ ജ്യോതി സിംഗ് എന്ന് പറയുന്ന ഒരു പാരാമെഡിക്കൽ സ്റ്റുഡന്റ് അതിക്രൂരമായി ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം ജസ്റ്റിസ് JS വർമ്മ, എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് JS വർമ്മ തന്നെയാണ് ഈ പോഷ് ആക്ടിന്റെ വിധിയിലേക്ക് അല്ലെങ്കിൽ പോഷ് ആക്ടിന്റെ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ച 97 വിശാഖ കേസിന് ആധാരമായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ അന്ന് ചീഫ് ജസ്റ്റിസ് JS വർമ്മ. അപ്പൊ JS വർമ്മ 2013 ഈ ജ്യോതി സിംഗ് ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ അന്ന് ഗവൺമെന്റ് കമ്മീഷനെ വെച്ചു ഇത്തരം ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ. അപ്പൊ അതിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. അതായത് നമുക്ക് സ്ത്രീയുടെ പ്രൊട്ടക്ഷന് വേണ്ടി, പെൺകുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ധാരാളം നിയമങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. റൈറ്റ് ടു ഇക്വാളിറ്റി, വിവേചനത്തിനെതിരായിട്ടുള്ള നിയമം, അതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിയമം, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, ഇതൊക്കെ ഉണ്ട്. പ്ലസ് കാലാകാലങ്ങളിൽ വരുന്ന ഓരോ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതി വിധികളുണ്ട്. ആ വിധികളെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള
സംസ്ഥാന ഗവൺമെന്റ് നിയമസഭകളുടെയും പ്ലസ് പാർലമെന്റിന്റെയും നിയമനിർമ്മാണങ്ങളുണ്ട്. അങ്ങനെയാണ് നമുക്ക് സ്ത്രീധന നിരോധന നിയമവും ഗാർഹിക പീഡന നിരോധന നിയമവും അതൊക്കെ വന്നിട്ടുള്ളത്, പോഷ് ആക്ടും ഒക്കെ വന്നിട്ടുള്ളത് ഇതിന്റെ കൂട്ടത്തിലാണ്. അപ്പൊ ഇത്തരം നിയമനിർമ്മാണങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉള്ളപ്പോൾ തന്നെയാണ് നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇപ്പൊ കേരള സമൂഹം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഒട്ടേറെ ഉയർന്ന ഒരു ചിന്താഗതി വെച്ചു പുലർത്തുന്നതാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ചിന്താഗതിയുടെ കാര്യത്തിൽ, പുരോഗമനപരമായ കാഴ്ചപ്പാടിന്റെ കാര്യത്തിൽ ഒക്കെ തന്നെ കുറെ കൂടി ഫോർവേഡ് ആണ്. എങ്ങനെ കമ്പയർ ടു അതർ സ്റ്റേറ്റ് മാതൃകയാണ് സത്യത്തിൽ. അതെ, അതൊരു മാതൃക ഇൻവെർട്ടഡ് കോമയാണ് കേട്ടോ രാഹുലെ. കാരണം മറ്റ് സ്റ്റേറ്റുകൾ അതിനേക്കാൾ പിന്നിലാണ്. അപ്പൊ നമ്മൾ കുറെ കൂടി മുന്നിലാണ്. അങ്ങനെയാണല്ലോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് മുന്നിൽ എന്ന് പറയാം. പക്ഷെ അത് ഇതാണ് റോൾ മോഡൽ എന്ന് പറയാറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, അപ്പൊ അന്ന് ജസ്റ്റിസ് JS വർമ്മ പറഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ, ഇത്തരം നിയമ സംവിധാനങ്ങളും പ്രൊട്ടക്ഷനും സ്റ്റേറ്റ് സംവിധാനങ്ങളും സ്റ്റേറ്റ് അപ്പാരറ്റസും ഒക്കെ ഉണ്ട്, പോലീസും കോടതിയും ഒക്കെ എല്ലാ സാധനവും. എന്നിട്ടും ഇത്തരം സ്ത്രീ വിരുദ്ധമായ സംവിധാനങ്ങളും സംഭവങ്ങളും വീട് മുതൽ, കുടുംബത്തിനകത്ത് മുതൽ സ്ത്രീ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സംഭവിക്കുന്നു. അപ്പൊ അതെന്തുകൊണ്ട്? അപ്പൊ അത് അദ്ദേഹം പറയുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ സ്ത്രീക്കെതിരായിട്ടുള്ള സാംസ്കാരികമായ സാമൂഹ്യമായ മുൻവിധികൾ, ആ സ്ത്രീവിരുദ്ധമായ സാമൂഹ്യ സാംസ്കാരിക മുൻവിധികൾക്കെതിരെ ഫൈറ്റ് ചെയ്യണം. അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ എവിടെയെങ്കിലും തൊലിപ്പുറമെ ഇത്തരത്തിൽ നിയമങ്ങളും കമ്മിറ്റികളും മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്നോർത്തത് സമൂഹം ഏറ്റെടുക്കുന്നത് വരെ ഈ കമ്മിറ്റിയും നിയമനിർമ്മാണവും വേണ്ടാന്നല്ല. പക്ഷെ ഇത് ഈ സമൂഹം പൊതുവെ ഇത് ഏറ്റെടുക്കണം. ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത്തരത്തിലുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഞാനും രാഹുലും അടക്കം ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്നെ ഇത്തരത്തിൽ പീഡിപ്പിച്ചു, എന്നോട് ഇത്തരത്തിൽ മോശമായി പെരുമാറി, എന്റെ ശരീരത്തെ ഇത്തരം അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾ പുറത്തേക്ക് വരുമ്പോ അവർക്കെതിരെ നമ്മുടെ മനസ്സ് തിരിയാൻ കാരണം എന്റെയും രാഹുലിന്റെയും മനസ്സിലുള്ള സമൂഹത്തെ കുറിച്ചുള്ള പൊതുവെ സങ്കല്പം എന്ന് പറയുന്നത് ഈ പുരുഷാധികാരമാണ്. അവൾ അങ്ങനെ പോയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടത് കൊണ്ടല്ലേ. ഇപ്പൊ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോ ഈ വെളിപ്പെടുത്തലുമായി പുറത്തേക്ക് വന്ന സ്ത്രീകളെ പോലും ഈ മാധ്യമങ്ങളിൽ കാണിക്കുന്നത് അവരുടെ ചിലപ്പോ സാരി, അല്ലെങ്കിൽ അവരുടെ വയറ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബ്രസ്റ്റിന്റെ ഒരു ഭാഗം കാണിക്കുന്ന രീതിയിലേക്കുള്ള വേഷവിധാനങ്ങളാണ് മിക്കവാറും മാധ്യമങ്ങൾ കാണിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ സ്ത്രീ ഇങ്ങനെയൊക്കെ നടന്നാൽ പുരുഷനെ ആക്രമിക്കും, അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെയൊക്കെ നടന്നുകൊള്ളണം, ഒരു സ്റ്റീരിയോ ടൈപ്പ്, വാർപ്പ് മാതൃക നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. സ്ത്രീ ഈ സമയത്തെ പോകാൻ പാടുള്ളൂ, സ്ത്രീ ഇന്ന വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ, സ്ത്രീ ഇന്നൊരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ സമയത്തെ അല്ലെങ്കിൽ ആ രീതിയിലേ പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു വാർപ്പ് മാതൃക, സ്റ്റീരിയോ ടൈപ്പ്, കറക്റ്റ് നമ്മൾ പറയാണല്ലോ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റീരിയോ ടൈപ്പ് മാറ്റുകയും സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡേഴ്സും ഈ സമൂഹത്തിൽ തുല്യാവകാശങ്ങളോടുകൂടി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെക്സിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് ജെൻഡർ ന്യൂട്രലായി ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. നിലനിൽക്കുന്ന ഈ വാർപ്പ് മാതൃക സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് മാറ്റം വരണം. അങ്ങനെ മാറ്റം വരണമെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോ അതിനോട് പ്രതികരിക്കുക തന്നെ വേണം. അപ്പൊ ഈ സമൂഹം ഇങ്ങനെയാണെന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. കാരണം അതിനെ മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു മനഃശക്തി, ഒരു മനോബലം, ഒരു നിശ്ചയദാർഢ്യം അത് ഉണ്ടാക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ ചർച്ചയും. ഇനി ഇപ്പോ ഉയർന്നു വരുന്ന ഒരു വിവാദം, ഇപ്പൊ നമ്മൾ ഒന്ന് സംസാരിച്ചു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ഗവൺമെന്റിന് സ്വമേധയാ കേസെടുത്തുകൂടെ? അത് ചില ഇപ്പൊ ഞങ്ങൾ അടുത്ത ദിവസം പ്രതിപക്ഷമൊക്കെ പ്രധാനമായിട്ട് ഉയർത്തുന്ന ഒരു ആരോപണം അതാണ് ഉന്നയിക്കുന്നത്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോ, ഹിന്ദുവിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ അതിലവര് കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വമേധയാ സ്റ്റേറ്റിന് കേസ് എടുക്കാം, പക്ഷേ ഈ വിക്ടിമാക്കപ്പെട്ട ആ കുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ ഒരു കംപ്ലൈന്റ് പറയുകയോ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിന്റെ ഒപ്പം തന്നെ നിൽക്കുകയോ വേണം. ആ കേസ് കോടതിയിലും അല്ലെങ്കിൽ അതിന്റെ ഒരു മുന്നോട്ടുള്ള ഗതിയിൽ അതിന്റെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ അറ്റം വരെയും ആ ലക്ഷ്യം കാണുന്നത് വരെയും പോകണമെങ്കിൽ
ഈ പറയുന്ന ഉറച്ചു തന്നെ നിൽക്കണം പരാതി. പരാതിക്കാരി ഉറച്ചു തന്നെ നിൽക്കണം. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പരാതി തന്നെ ഉറച്ചു നിൽക്കണം. അതെ, അതിപ്പോ മുഖ്യമന്ത്രി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പരാതി എഴുതി തന്നാൽ കൃത്യമായ അന്വേഷണവും നടപടിയും സ്വീകരിക്കും. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഗവൺമെന്റിന് ഇപ്പൊ ഒരു വെറും കക്ഷി രാഷ്ട്രീയം മാത്രമായിട്ട് പറയല്ല, അതിൽ ചിലപ്പോ 100% പൂർണ്ണാർത്ഥത്തിൽ ഒരു സംതൃപ്തിയോടുകൂടിയല്ല പറയുന്നത്. മറിച്ച് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് സ്ത്രീകൾക്ക് വിശ്വസിക്കാവുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെയും ഈ ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്നുണ്ട്. എന്നാൽ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാനുള്ള അവകാശം ജനാധിപത്യ സംവിധാനത്തിനകത്ത് എല്ലാവർക്കും ഉണ്ടല്ലോ. അത് കേട്ട് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ പോവും. പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോ ബംഗാളി നടി അവര് ഒരു ദുരനുഭവം പറഞ്ഞു. ആ ദുരനുഭവം പറയുമ്പോ അവര് പറഞ്ഞു, ഞാൻ പേടിച്ചാണ് എയർപോർട്ട് വരെ ഓടിയെത്തി, ഞാൻ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ അവരപ്പൊ പറയുമ്പോഴും ഈ പറഞ്ഞ അവര് രക്ഷപ്പെട്ടു പോയ സംസ്ഥാനം ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു അല്ലെ. ഒരു ചർച്ചയാണ്. ഒരു യുവ ഡോക്ടർ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. അതിനു മുൻപും 2012-ലും 2013-ലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ബംഗാളിൽ അരങ്ങേറിയിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഈ സ്ത്രീ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, അവരുടെ പൊസിഷൻ നോക്കിയിട്ടല്ല. അവർ ഡോക്ടർ ആവാം, സാധാരണക്കാരിയാവാം, വിനോദസഞ്ചാരിയാവാം, കാൽനട യാത്രക്കാരിയാവാം, വീട്ടമ്മയാവാം. അവരൊക്കെ ഇത്തരത്തിൽ ഒരു സ്ത്രീയായത് കൊണ്ട് മാത്രം അവരെ ലൈംഗികമായി അതിക്രമിക്കുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ശബ്ദമുയർത്തുമ്പോൾ മാത്രമാണ് അവർക്ക് നീതി കിട്ടുന്നത്. അതുവരെ ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ്. ശബ്ദം ഉയർത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ബംഗാളി നടി അത് സൂചിപ്പിച്ചപ്പോ അവര് തന്നെ അത് പറയുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും കേരളത്തിലാണ് ഇത്തരത്തിൽ ഈ മേഖലയ്ക്കകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനെങ്കിലും ഒരു സംവിധാനത്തെ ഉണ്ടാക്കിയത് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഇപ്പോ അമ്മയിൽ നിന്ന് ഇപ്പൊ കൊഴിഞ്ഞു പോക്കാണല്ലോ. അമ്മയിൽ നിന്ന് എനിക്ക് തോന്നുന്നു കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടപേടിച്ചോടുകയാണോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു സ്ത്രീകളും പൊതുസമൂഹവും ഇതിലൊരു മാനവികതയിലും തുല്യതയിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടാളുകളുണ്ട്. ഈ ഇപ്പൊ കൂട്ടരാജി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൂട്ടരാജിയിലൂടെ ഇവർക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല. ഇവരതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് മൗനത്തോടു കൂടി പോകുന്നതല്ല ശരി. ഇവര് പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് സ്ത്രീകൾ. ഞങ്ങളെല്ലാവരും സ്ത്രീകൾ ഇപ്പൊ അതിൽ മോഹൻലാലും സുരേഷ് ഗോപിയും എല്ലാവരും പ്രതികരിക്കേണ്ടതാണ്. അവരൊക്കെ ഇപ്പൊ ശ്രീ പൃഥ്വിരാജ് പ്രതികരിച്ചല്ലോ, തന്റെ ഇടത്തോടുകൂടി പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹം കുറെ കൂടി ഫോർവേഡ് ആയിട്ട് സംസാരിച്ചു. സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം പകരുന്ന ഒരു അഭിമുഖമായിരുന്നു, ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു ശ്രീ പൃഥ്വിരാജ് നടത്തിയത്. എനിക്ക് വളരെ സന്തോഷം തോന്നി, അഭിമാനം തോന്നി ആ വ്യക്തിയോട്. കാരണം അദ്ദേഹം കുറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അമ്മയെ കുറിച്ച് പറഞ്ഞു, അമ്മയുടെ മൗനത്തെ കുറിച്ച് പറഞ്ഞു, ശരിയല്ല എന്നുള്ള നിലപാട് പറഞ്ഞു. അമ്മ എന്ന് പറയുന്ന ആ സംഘടനാ സംവിധാനത്തിൽ ഇത്രയും സ്ത്രീകൾ 50%-ലേറെ 70% വരുന്ന സ്ത്രീകളുണ്ട് അതിനകത്ത്. ഏതാണ്ട് 600-ൽ താഴെ വരുന്ന മെമ്പർമാരിൽ ഒരു 100-200 ചില്ലാനേറെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ്. എന്നിട്ട് പോലും അതിന്റെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ സ്ത്രീകളില്ല. അത് ശരിയാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോ അദ്ദേഹം ഈ പൊതുസമൂഹത്തിനോട് ആകെ മുഖമടച്ചു പറയുന്ന ഒരു നിലപാടുണ്ട്. സ്ത്രീകളുള്ള സംവിധാനത്തിനകത്ത് സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ മസ്റ്റായിട്ടും വേണം. അതാണ് ഞങ്ങളുടെ ഒക്കെ നിലപാട്. അത് തന്നെയാണ്. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, എവിടെയൊക്കെ ഈ സമൂഹത്തിൽ 50%-ലേറെ ജനസംഖ്യയിൽ സ്ത്രീകളാണ്. ആ സ്ത്രീകളെ അധികാരത്തിന്റെ കേന്ദ്രത്തിലേക്ക്, തീരുമാനങ്ങൾ എടുക്കുന്ന വേദിയിലേക്ക് വരാത്തതും ഇത്തരം സ്ത്രീവിരുദ്ധമായ സാഹചര്യങ്ങൾ നിരന്തരം ഉണ്ടാകാൻ ഒരു കാരണമാണ്. കാരണം അവൾക്ക് അധികാരമില്ല, അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള പണത്തിന്റെ സ്വാധീനവും ഇല്ല. അപ്പോ അധികാരവും പണവും ആരുടെ കയ്യിലാണോ, സിനിമാ മേഖലയിൽ മാത്രമല്ല കേട്ടോ, ആരുടെ കയ്യിലാണോ അവരുടെ കൂടെ പക്ഷം പിടിക്കാനോ അവരുടെ ഒരു സ്നേഹം കിട്ടാനോ അവരുടെ ഒരു സ്വാധീന വലയത്തിൽപ്പെടാനോ സ്വാഭാവികമായും ജനറൽ ന്യൂട്രൽ ആയിട്ട് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കും. സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കും.
ആ ആഗ്രഹത്തിന്റെ ഭാഗമായി കൂടി സ്ത്രീ ചെല്ലുമ്പോ സ്ത്രീ എന്തായിട്ട് കാണുന്നു? ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നു. അങ്ങനെയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ. ഇപ്പൊ ഒരു സ്ത്രീക്ക് നല്ല കഴിവുണ്ട്, ഒരു കഥാകൃത്താണ്, അവളുടെ കഥ സിനിമയിലൂടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണ്. അവളിത് ചെല്ലുന്നു. അവള് ചെല്ലുമ്പോ അവളെ കാണുന്നത് ഒരു ലൈംഗിക വസ്തു, ഒരു സ്ത്രീ, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാണ്. നേരെ മറിച്ച് സ്ത്രീകളെ ഒരു ഹ്യൂമൻ ബീയിങ് ആയി അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന, ഫ്രീ ആയി ജീവിക്കാൻ പറ്റുന്ന, എല്ലാ പുരുഷന്മാർക്കും കഴിയുന്നത് പോലെ അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി നിർഭയമായി ജീവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിന് അവകാശമുള്ള, പറ്റുന്ന അവകാശമുള്ള ഒരു എന്താ പറയാ, ഒരു സഹജീവിയാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ടീച്ചർ, അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ പല ആളുകളും വെളിപ്പെടുത്തുമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ പൊതുവായിട്ട് പല ആളുകളും ഉയർത്തുന്ന ഒരു കാര്യം, ഇത്രയും നാൾ ഇവരെവിടെയായിരുന്നു എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് ഇവർ നേരത്തെ പ്രതികരിച്ചില്ല എന്നൊക്കെയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ടീച്ചറിന്റെ എന്താണ് ആ ഒരു വിഷയത്തിലൊരു പ്രതികരണം? എന്താണ്? ഇവര് നേരത്തെ പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈ ചോദിക്കുന്ന ആളുകളോട് ഇതേ ചോദ്യം തന്നെ അന്നും ചോദിച്ചാൽ, ഇവര് നേരത്തെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവരാരുടെ കൂടെ നിൽക്കും? ഇനി നേരത്തെ പ്രതികരിച്ചില്ല എന്നുള്ളതല്ലോ, ഇപ്പൊ പ്രതികരിച്ചു, നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു? അതല്ലേ നമ്മള് സ്റ്റാൻഡ്. നമ്മളുടെ സ്റ്റാൻഡ് അറിയാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇപ്പോ പ്രതികരിച്ചു. ഇപ്പൊ അതില് ഈ ഡോക്ടർ മോഹൻകുമാർ, അദ്ദേഹം സൈക്കോളജിസ്റ്റ് ആണ്, അദ്ദേഹം പറയുന്നുണ്ട്, ഇത് പറയാനുള്ളൊരു ഭയം. അതായത് മൊത്തം സമൂഹം സ്ത്രീയെ കുറിച്ച്, അല്ലെങ്കിൽ പെൺകുട്ടികളെ കുറിച്ച്, അവരുടെ നടപ്പിനെ കുറിച്ച്, ഡ്രസ്സിനെ കുറിച്ച്, അവരുടെ സംസാര രീതിയെ കുറിച്ച്, അവർക്ക് എവിടം വരെയൊക്കെ പോകാം എന്നതിനെ കുറിച്ച് അൺറിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എഴുതിയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമുക്ക് പ്രത്യേകം ഇന്ന വസ്ത്രം ധരിക്കണം എന്നുള്ള ഓരോരുത്തരും എഴുതി വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അധ്യാപകർക്ക് സാരി മാത്രം പാടുള്ളൂ എന്നുള്ളൊരു ധാരണയോടുകൂടി ഞങ്ങളൊക്കെ ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓരോരുത്തരും എഴുതി വെച്ചിട്ടില്ല, അധ്യാപകരായാൽ സ്ത്രീകളാണെങ്കിൽ അവര് സാരി ധരിക്കണം എന്ന് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും സാരി ഉടുത്തേ പോവാറുള്ളൂ. അതിനൊരു മാറ്റം വന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപിക ഇങ്ങനെ PT ടീച്ചറായി വർക്ക് ചെയ്യുമ്പോൾ വളരെ അൺകംഫർട്ടബിൾ ആണ് ഈ സാരി, അതുകൊണ്ട് ചുരിദാർ ഇടാൻ അനുവദിക്കണം എന്നുകൊണ്ട് കോടതി പോകേണ്ടി വന്നു. ഒരു പോരാട്ടം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, എഴുതി വെക്കാത്ത നിയമങ്ങളും നിയന്ത്രണങ്ങളും ആണ് പ്രത്യേകിച്ച് സ്ത്രീകളെ ഭരിക്കുന്നത്. ചട്ടക്കൂടുകളാണ്. അപ്പൊ ഈ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിൽക്കുമ്പോ ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ടാൽ അവൾക്ക് ഭയമാണ്. ഞാനിത് പറഞ്ഞാൽ ഈ പറഞ്ഞ അൺറിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഈ സ്ത്രീക്കെതിരാണ്. തിരിച്ച് ഇവൾക്കെതിരായിട്ട് തന്നെ വരും. നീ എന്തുകൊണ്ട് പോയി? നീ എന്തുകൊണ്ട് അയാൾ ചോദിച്ചപ്പോ സമ്മതിച്ചു? നീ ആദ്യം സമ്മതിച്ചത് കൊണ്ടല്ലേ? ഇല്ലേ? അപ്പൊ അതിൽ പറയുന്നത്, ഒരു പ്രാവശ്യം എസ് പറഞ്ഞു, ആ എസ് അന്നേരത്തെ എസ് ആണ്. പിന്നൊരു നോ പറഞ്ഞാൽ അത് നോ ആണ്. അല്ലാതെ അന്ന് എസ് പറഞ്ഞു അല്ലെ, പണ്ട് എസ് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എസ് മാത്രമേ ഞാൻ ആക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളത് ഈ പുരുഷാധികാരം മനസ്സുണ്ടാക്കി കൊടുക്കുന്ന ഒരു മൂല്യബോധമാണ്. അത് തിരുത്തപ്പെടണം. ടീച്ചർ, ഇപ്പോ എന്തായാലും അമ്മയിൽ കൂട്ടരാജ്യമൊക്കെ നടന്നിരിക്കുകയാണ്. ഇനിയിപ്പോ അമ്മയുടെ തലപ്പത്തേക്ക് ആര് വരണമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. ടീച്ചറിന് എന്താണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ആര് വന്നാലായിരിക്കും അമ്മ ഒന്ന് നന്നാവുക? എനിക്ക് തോന്നുന്നത്, സ്വാഭാവികമായ നീതി നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്ന, എന്ന് വാദിക്കുന്ന കുറച്ചു പേര് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതില് ഏറ്റവും ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് ആയിട്ട് നിന്നിട്ടുള്ളത് WCC ആണ്. അപ്പൊ അതിലേറ്റവും അവര് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരാള് നേതാവല്ല, ഞങ്ങൾ എല്ലാവരും കൂടി കൈകോർത്ത് ഒരുമിച്ചാണ്. അപ്പോ പാർവതിയെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ പൃഥ്വിനെ പോലുള്ള ആളുകൾ, എല്ലാവരും വേണമല്ലോ. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മനുഷ്യനായി പരിഗണിക്കുന്ന, അവിടെ ജോലിയെടുക്കുന്ന, പണിയെടുക്കാൻ വരുന്ന എല്ലാവരെയും മനുഷ്യാന്തസ്സോടുകൂടി ഇടപെട്ട് ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ മനോഭാവമുള്ള ആളുകൾ മുന്നോട്ട് വരണം. മനോവൈകൃതമുള്ള, ഈ സമൂഹം കൊടുത്തിട്ടുള്ള മനോവൈകൃതമുള്ള ആളുകളെ മാറ്റി നിർത്തണം. കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ആദ്യം ഉയർന്നു വന്നപ്പോ ഇപ്പൊ രാജിവെച്ച നടനടക്കം
സിദ്ദിഖ് പോലും പറഞ്ഞു, എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതൊന്നുമല്ല, സ്വാഭാവികമായി സ്ത്രീയെ മിസ്യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള മിസ്യൂസും ചെയ്യപ്പെടുന്ന മേഖലകൾ എല്ലായിടത്തും ഉണ്ട്. അത് വിശേഷിച്ച് സിനിമാ മേഖലയിൽ അതിന് പ്രത്യേകമായൊരു നിയതമായ രൂപരേഖയോ ടൈം ബൗണ്ടിങ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയോ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് നടക്കുന്നു. അതിപ്പോ എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഒക്കെ ധാരണ അങ്ങനെ തന്നെയാണ്, പൊതുസമൂഹത്തിനുള്ള ഒരു ധാരണ അങ്ങനെയാണ്. അപ്പൊ അതിനെ കുറച്ചുകൂടി തെളിവ് സഹിതം കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വന്നു. അപ്പൊ അതിൽ ഈ ICCയെ കുറിച്ച് ഹേമ കമ്മിറ്റി തന്നെ പറയുന്നത് മറ്റിടങ്ങളിലുള്ള ICC പോലെ ജെനുവിനായിട്ട് ഇവിടെ ഈ മേഖലയിൽ നടക്കാൻ സാധ്യതയില്ല. കാരണം സ്വാധീനം, ഇപ്പൊ എന്റെ കഴിവ്, അഭിനയിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡയറക്ഷൻ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഡബിങ്ങിനുള്ള കഴിവ്, ഈ കഴിവ് അല്ല സ്ത്രീയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടുന്നത്. മറിച്ച് അവളെ പല രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ തൽപരരായിട്ടുള്ള കുറെ ആളുകൾ, എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല, കുറെ ആളുകൾ അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ICC പോലുള്ള ഒരു സംവിധാനം സ്വതന്ത്രമായി ആ മേഖലയ്ക്കകത്ത് അനുവദിച്ചു കൊടുത്താൽ സ്വാഭാവികമായ നീതി ഇവർക്ക് കിട്ടില്ല. അപ്പൊ അതിന് ഗവൺമെന്റ് സംവിധാനത്തിൽ തന്നെ ICC ഈ സിനിമാ മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യവും ഒരു സ്ട്രക്ചറും ഉണ്ടാക്കണം എന്ന് വളരെ കൃത്യമായി ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർക്ക് കിട്ടേണ്ട റെമ്യൂണറേഷൻ ഇപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടണം അങ്ങനെയൊന്നും അല്ലല്ലോ വാദിക്കുക. ഓരോരുത്തരും എടുക്കുന്ന പണിക്ക് എന്നാൽ ജെൻഡർ ബയാസ് ഇല്ലാതെ അവരുടെ കഴിവിനനുസരിച്ച് അവർ ചെയ്യുന്ന പണിക്കനുസരിച്ച് അർഹിക്കുന്ന വേതനം കൊടുക്കുക. അവർക്ക് വേണ്ട ബേസിക് ഫെസിലിറ്റീസ് ഉറപ്പാക്കുക. ഇത്തരം കാര്യങ്ങൾ ഉറപ്പാക്കാനുള്ള സംവിധാനം ചെയ്യുക. ഒപ്പം ഇപ്പോ ആരോപണ വിധേയരായിട്ടുള്ളവരെ കുറിച്ച് അന്വേഷിക്കുക, പരിശോധിക്കുക. വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ തയ്യാറായി വന്നിട്ടുള്ള സ്ത്രീകൾ കൊടുത്തിട്ടുള്ള ആ പരാതിയെ മുഖവിലക്കെടുക്കും, ഈ ഗവൺമെന്റ് മുഖവിലക്കെടുക്കും എന്ന് 100% വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോ അത് വെച്ചിട്ട് അന്വേഷണം നടത്തുക. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുക്കണം. അതിനുള്ള ഒരു നിലപാട് ഈ ഗവൺമെന്റ് എടുക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സിനിമാ മേഖലയ്ക്ക് അത്തരത്തിലൊരു മാതൃക ഉണ്ടാവണം. പൂർണ്ണാർത്ഥത്തിൽ മാതൃക എന്നല്ല, മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു എന്താ പറയാ പാട്രിയാർക്കിക്കൽ കൺസർവേറ്റീവ് സൊസൈറ്റിക്കകത്ത് കേരളത്തിന് സാധിച്ചു എന്നുള്ളൊരു മികവ് ഇന്ത്യക്കും ലോകത്തിനും കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ ഇപ്പോ മീറ്റ് യു ക്യാമ്പയിൻ ഇന്റർനാഷണൽ ലെവലിൽ ആരംഭിച്ചത്. അമേരിക്കയിലെ ഹെൻറി ഐൻസ്റ്റീൻ എന്ന് പറയുന്ന സംവിധായകനും സിനിമാ ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്ന ആളും, അയാള് സ്ത്രീകളോട് മോശമായി, അഭിനേത്രികളോട് അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട സ്ത്രീകളോട് ഉള്ള ഏതാണ്ട് 80ഓളം സ്ത്രീകളെ ബലാത്കാരം ചെയ്യപ്പെട്ട ഒരു കേസ്. ആ കേസ് വന്നതിന് ശേഷമാണ് ലോകവ്യാപകമായി ഇത്തരം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഞങ്ങളും നേരിട്ടിട്ടുണ്ട് എന്ന് പറയാനുള്ളൊരു ആത്മബലം ലോകത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടായത്. ഇന്ത്യക്കകത്തും എന്താണ് ബോളിവുഡിലെ സ്ത്രീകൾ അല്ലെങ്കിൽ ഹോളിവുഡിലെ സ്ത്രീകൾ, മോളിവുഡിലെ സ്ത്രീകൾ അപ്പോഴും അത്രയൊക്കെ പ്രതികരിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഒരു കാര്യം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുകയും അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീ വിരുദ്ധർക്കെതിരെ അല്ലെങ്കിൽ അബ്യൂസർക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കണം. അതുപോലെ അതിന് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ തയ്യാറായ അല്ലെങ്കിൽ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ തയ്യാറായ ആ കംപ്ലൈന്റുകളെ മുഖവൽക്കെടുത്ത് ശക്തമായ നിലപാട് ഈ ഗവൺമെന്റ് എടുക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമാണുള്ളത്. അപ്പോൾ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ആ റിപ്പോർട്ടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മേഖലയ്ക്കകത്ത് മാത്രമാണ് സ്ത്രീകൾ ഇതുപോലെ അബ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളൊരു ധാരണ പൊതുസമൂഹം തിരുത്തണം. കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. കുടുംബത്തിൽ നിന്ന് തുടങ്ങി തൻ്റെ ഒപ്പം തൻ്റെ അവകാശങ്ങൾ, താൻ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്ന വ്യക്തികളാണ് സ്ത്രീകളും പുരുഷനും ട്രാൻസ്ജെൻഡേഴ്സും എന്നുള്ള ഒരു മൂല്യബോധം, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഒരു മൂല്യബോധമാണ്. ആ മൂല്യബോധത്തോടു കൂടി വളർത്താനും വളരാനും നമ്മുടെ കുട്ടികളും വളർത്താൻ കുടുംബാംഗങ്ങളും സമൂഹവും തയ്യാറാകണം എന്നുള്ള ഒരു ചർച്ച കൂടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സ്വാഗതാർഹമാണ് എന്നാണ് പറയാനുള്ളത്. എന്തായാലും വലിയ സന്തോഷം ടീച്ചർ. എന്തായാലും വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.